സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മോഹൻലാൽ നായകനായ ഒരുപാട് ചിത്രങ്ങൾ പല ഭാഷകളിലും റീമേക്ക് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും മോഹൻലാൽ ചെയ്ത കഥാപാത്രങ്ങൾ ചെയ്യാൻ അന്യഭാഷാ നടന്മാർ പെടാപ്പാട് പെട്ടിട്ടുമുണ്ട്. അത്തരത്തിലൊരു സംഭവം കിരീടം എന്ന ചിത്രത്തിൻ്റെ തെലുങ്ക് റീമേക്ക് ചിത്രീകരണത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. സംവിധായകൻ സിബി മലയിൽ തന്നെയാണ് ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞത്. സിബി മലയിലിൻ്റെ വാക്കുകളിലേക്ക്: അച്ഛനെ അടിക്കുന്നത് കാണാനിടവരികയും അതിൻ്റെ സ്വാഭാവിക പ്രതികരണം എന്ന നിലയിൽ തല്ലിപ്പോവുകയുമാണ് സേതുമാധവൻ കീരിക്കാടൻ ജോസിനെ. ഈ ഫൈറ്റ് രംഗം കമ്പോസ് ചെയ്യാൻ ഒരു മാസ്റ്ററും എത്തിയിരുന്നു. മാസ്റ്റർ അവരുടെ സ്ഥിരം പാറ്റേണിൽ പഞ്ചും ബ്ലോക്കും വെച്ചാണ് ഫൈറ്റ് കമ്പോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. കാരണം സേതുമാധവൻ ഒരു ഫൈറ്ററൊന്നുമല്ല. അദ്ദേഹം അതുവരെ ഒരാളെ അടിച്ചിട്ട് കൂടിയില്ല. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അയാൾ തൻ്റെ ശത്രുവിനോട് പ്രതികരിക്കുകയാണ്. ഞാൻ പറയുന്നത് ലാലും കേൾക്കുന്നുണ്ടായിരുന്നു. മാസ്റ്റർ അവിടെ നിൽക്കട്ടെ, നമുക്കത് ചെയ്തു നോക്കാമെന്ന് ലാൽ പറഞ്ഞു. ക്യാമറയ്ക്ക് മുന്നിൽ എനിക്ക് എവിടെ വരെ മൂവ് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം അന്വേഷിച്ചു. 2 ക്യാമറകളുണ്ടെന്നും നിങ്ങൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ എത്തിക്കോളാമെന്ന് ഞാനും പറഞ്ഞു. പിന്നെ അവിടെ കണ്ടത് ഒരു തനി നാടൻ തല്ലായിരുന്നു. ഉരുണ്ട് വീണും കീഴ്മേൽ മറിഞ്ഞും അവർ ഇരുവരും ക്ഷീണിക്കുന്നതുവരെ ആ ഷോട്ട് തുടർന്നു. കീരിക്കാടൻ്റെ വേഷം ചെയ്ത മോഹൻരാജിൻ്റെ ടൈം തെറ്റിയുള്ള അടികൾ ലാലിന് ആവശ്യത്തിലേറെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഒന്നും വകവെച്ചില്ല. ആ ഷോട്ടിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ലാൽ എല്ലാം സഹിക്കുകയായിരുന്നു. ഈ സിനിമ പിന്നീട് തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്ത സമയം അതിൻ്റെ സംവിധായകനായ കോടി രാമകൃഷ്ണൻ എന്നെ വിളിച്ച് ആവശ്യപ്പെട്ടത് ആ ഫൈറ്റ് സീൻ മാത്രം എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കണമെന്നായിരുന്നു. എനിക്കതിന് കഴിയില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കാരണം ആ ഫൈറ്റ് അത്രയും നന്നായതിൻ്റെ ക്രെഡിറ്റ് മുഴുവനും ലാലിന് മാത്രം അവകാശപ്പെട്ടതാണ്. ലാലാണ് ആ ഫൈറ്റ് കമ്പോസ് ചെയ്തത്, സിബി മലയിൽ പറഞ്ഞു. രാജശേഖർ അഭിനയിച്ച ചിത്രത്തിൻ്റെ തെലുങ്ക് റീമേക്ക് കണ്ട ആർക്കും മനസ്സിലാകും. തെലുങ്കിൽ ആ ഫൈറ്റ് സീൻ ശരിക്കും പാളിപ്പോയിരുന്നു. കിരീടത്തിൽ മോഹൻലാൽ കൊണ്ടുവന്നത്രയും പെർഫെക്ഷൻ കൊണ്ടുവരാൻ തെലുങ്കിൽ രാജശേഖർ എന്ന നടന് സാധിച്ചില്ല. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്